ഗായ്സ്, ഷിസാസ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ഒരു താളി ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കാനാണ്. പക്ഷെ എല്ലാവരും താളിൻ്റെ ചെമ്പരത്തി പൂവും കൂടെ ഇടത്തില്ലേ. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഇതിൽ ഇല മാത്രം വെച്ച് ഉണ്ടാക്കുന്നതായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ വൈകിട്ട് 4 മണിയൊക്കെ ആയി കാണും. അപ്പോഴാണ് ഞാൻ താളി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇത്രയേ ഇലേ ഉള്ളൂ, ഇത്ര നമുക്ക് മതി ഗായ്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇല പറിക്കാം. അപ്പോൾ ഗായ്സ്, ഞാൻ കുറച്ച് ഇല പറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചുകൊണ്ട് എനിക്ക് ഇത്തിരി ഇല മതിയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇട്ടാണ് അരയ്ക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ചെമ്പരത്തി ഇല കഴുകാം. ഞാൻ കഴുകുന്നതൊന്നും കാണിക്കുന്നില്ല, കാര്യം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ കഴുകിയിട്ട് വരാം. ഇവിടെയാണ് തന്നെ പൈപ്പ്, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പാടായതുകൊണ്ടാണ് കേട്ടോ. ഞാൻ കഴുകട്ടെ ഗായ്സ്. പിന്നെ കഴുകുമ്പോൾ നല്ലവണ്ണം തിരുമ്മി കഴുകാൻ നോക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിനകത്ത് അഴുക്കൊക്കെ കാണുമായിരിക്കും. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടിയാണ്. ഞാൻ ഇവിടെ നല്ലവണ്ണമൊക്കെ ഇങ്ങനെ ഞാൻ ഇപ്പോൾ കഴുകുന്ന കണക്കായിരിക്കും കഴുകണ്ട. പിന്നെ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ കൂടുതൽ നല്ല വൃത്തിയൊന്നും ആകത്തില്ല, ഞാനല്ലേ ഉണ്ടാക്കുന്നത്. എനിക്ക് അമ്മ ഉണ്ടാക്കി തരും. ചെമ്പരത്തി പൂവൊക്കെ ഇട്ട് ചെമ്പരത്തിൻ്റെ ഇല മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കഴുകുവാണ്. ഞാനിതൊന്ന് കഴുകട്ടെ. കാര്യം ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ വെച്ചിട്ട് പാടാണ്. എൻ്റെ ചേച്ചിയാണ് എനിക്ക് എപ്പോഴും വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കഴുകട്ടെ ഗായ്സ്. അപ്പോൾ ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇല ആണെങ്കിൽ നമുക്കൊന്ന് അരയ്ക്കുന്ന സ്ഥലം ഇതാണ്. ഇടിയെ വെട്ടുന്നുണ്ട്, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെച്ച് കട്ടായി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടേ അപ്പോൾ ഞാൻ കഴുകിയെടുത്ത് ഇത് നമുക്ക് ഇവിടെ ഇട്ട് അരയ്ക്കാം. നല്ല കണക്ക് അരയ്ക്കണം കേട്ടോ. നല്ല കണക്ക് ഒരുമാതിരി ആവുന്നൊരു ജെല്ലുണ്ട്, അങ്ങനത്തെ രീതിയിൽ അരയ്ക്കണം. പിന്നെ പിച്ചി ഇടാൻ ഞാൻ മറന്നുപോയി. പിച്ചി ഇടയൊക്കെ വേണം കേട്ടോ. നല്ല കണക്ക് അരച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ നമുക്ക് നല്ല കണക്ക് അരയ്ക്കാം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ അരച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇനി അടുത്ത വർഷം ആവട്ടെ ഇങ്ങനെ ഞാൻ ഓരോ സമയത്ത് ഓരോ ഇതായിട്ട് വരാം. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു ക്യാൻഡിൽ വീഡിയോസ് ഇട്ടാലോ എന്ന്. ഞാൻ ക്യാൻഡിൽ വർക്കൊക്കെ ആവശ്യത്തിന് ചെയ്യും. ഞാനൊരു ക്യാൻഡിൽ സ്മൈലീനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാലോ എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കത് കാണിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ വീഡിയോയിൽ ഹോം ടൂർ ഇടാന്ന്. പക്ഷേ ഹോം ടൂർ ഞാൻ ഇട്ടില്ല ഗായ്സ്. കാര്യം ഞാൻ മറന്നുപോയി ആ കാര്യം. പിന്നെ ഞാൻ എടുത്ത് വെച്ച് നോക്കിയപ്പോഴാണ് ഹോം ടൂർ ഇട്ടില്ലല്ലോ എന്ന് ആലോചിച്ചത്. ഇനി നമുക്ക് കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ഹോം ടൂർ ഇടാം. ഇപ്പോൾ നമുക്കിത് അരച്ചെടുക്കുവാണ്. ഞാൻ നല്ല കണക്കൊന്ന് അരയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ അരച്ച് പരുവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമുള്ള ഇതിനകത്തോട്ടൊന്ന് മാറ്റാം. പക്ഷെ ഞാൻ വെള്ളം കളഞ്ഞു, ഒരുപാട് വേണ്ടാത്തതുകൊണ്ട്. ഇനി നമുക്ക് നല്ല കണക്ക് മാറ്റിയിട്ട് നല്ല ഇത് ഞാനിപ്പോൾ ജെല്ല് കണ്ടോ, അത് നമുക്ക് കുറച്ചും കൂടെ അരച്ച് വേണം. അപ്പോൾ ഞാൻ ഇനി അരയ്ക്കുകയാണ്. അപ്പോൾ എനിക്ക് എത്രമാത്രം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വീഡിയോ കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നതുകൊണ്ട് പാടല്ലേ, ഞാൻ ഈ 2 കൈ വെച്ച് ഇത് ചെയ്യുന്നു, വീഡിയോ എടുക്കുന്ന പാടാ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഞാൻ ഇടുന്ന കണ്ടൻസൊക്കെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ ഇത് കുറച്ചും കൂടെ നല്ലോണം കരച്ചിട്ട് വരാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞാൻ അരച്ച് നല്ല കണക്ക് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഈ അരച്ച് വെച്ച താളിയിലോട്ട് ഇത് പിഴിയണം. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഗായ്സ്. ആദ്യം ഒരു വെള്ള ക്ലോത്ത് എടുത്തിനകത്ത് ഇടുക. പിന്നെ നമ്മുടെ ഈ അരച്ച് വെച്ച സാധനം കണ്ടോ, ഇത് നമുക്ക് നല്ല കണക്ക് ഇതിനകത്തോട്ടാക്കി കൊടുക്കാം. ഞാൻ നേരത്തെയും ഈ ടെക്നിക്കാണ് ചെയ്തത്. നല്ല കണക്ക് അരച്ച് സുന്ദരനായിട്ട് കിട്ടും. എല്ലാ പ്രാവശ്യവും ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഓരോ മാസം വെച്ചായിരിക്കും ഞാൻ ഇങ്ങനെ താളി അരയ്ക്കുന്നത്. ചില മാസങ്ങളിൽ അമ്മ എനിക്ക് നല്ല കണക്ക് അരച്ച് തരികയാണ് ചെയ്യുന്നത്. കണ്ടോ ഗായ്സ്, ഇത് കാണാമോ? എൻ്റെ കൈ കാണാമോ? കണ്ടോ, അരഞ്ഞ് കണ്ടോ വീഴുന്നുണ്ട്. ഇതാണ് നമ്മുടെ താളിക്കുട്ടൻ. കുറവാണ്, ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. കാര്യം എനിക്ക് മാത്രം തയ്ക്കാനാണ്. കണ്ടോ, തിക്കാക്കിയിട്ടുണ്ട്. കണ്ടോ, നല്ല രസമാണിത് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന താളി ഞാൻ മാത്രമേ തയ്ക്കാറുള്ളൂ. ഇത് അത്ര നല്ലതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ ഉണ്ടാക്കി തയ്ക്കുന്നു. പക്ഷെ എൻ്റെ അമ്മ ഇങ്ങനെയൊന്നുമല്ല ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മ കുറേ സാധനങ്ങളിലും കട്ടവരയൊക്കെ ഇടും. പക്ഷെ ഞാൻ ഈ ചെമ്പരത്തിൻ്റെ ഇല മാത്രം ഇങ്ങനെ അരച്ച് തയ്ക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടോ, ഇത്രയേ ഉള്ളൂ.
ഗൈസ് നല്ല ഭംഗിയില്ലേ കാണാൻ, കണ്ടോ? ഇതാണ് നമ്മുടെ താളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.